Cricket is nothing without the players who bring the X factor. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസന്റെ സെഞ്ചുറി പിറന്ന ഉടനെ മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് ട്വിറ്ററിൽ കുറിച്ച വാക്കുകളാണിത്. യെസ്, അയാളൊരു എക്സ് ഫാക്ടർ ആയിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ ഇന്ത്യൻ സെലക്ടർമാർ ബോധപൂർവം കാണാതെ പോയ എക്സ് ഫാക്ടർ. ആ ഫൈനലിൽ ഇന്ത്യക്ക് ആവശ്യം ഇതുപോലൊരു ബാറ്ററി ആയിരുന്നു, ഇതുപോലെയൊരു ഇന്നിങ്സ് ആയിരുന്നു. An ODI turn on the South African soil. A statement knocked by Sanju Samson. Betrayed by his own board, betrayed by his captain and coaches, commentators, journalists dragging him for everything. Despite all this guy stood tall and scored a brilliant century on a tough pitch in a series decider. Hats off to Sanju Samson. സ്വന്തം ടീം തന്നെ പലപ്പോഴും അവസരം നൽകാതെ അയാളെ ഒറ്റുകൊടുത്തിട്ടുണ്ട്. തന്റെ ക്യാപ്റ്റനും പരിശീലകരും ടീമിലെടുത്ത് പ്ലേയിങ് ഇലവനിൽ കളിപ്പിക്കാതെ വഞ്ചിച്ചിട്ടുണ്ട്. കമന്റേറ്റർമാർ, പത്രപ്രവർത്തകർ, മുൻ ഇതിഹാസ താരങ്ങൾ എല്ലാവരും പല കാലങ്ങളിലായി എല്ലാത്തിനും അയാളെ അകാരണമായി ഏതെങ്കിലും ഒരു മോശം ഇന്നിങ്സിന്റെ പേരിൽ തെരുവിൽ വലിച്ചിഴച്ചിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും സഞ്ജു സാംസൺ പോരാടി നിൽക്കുകയായിരുന്നു. ഒരു പരമ്പര നിർണായകമായ മാച്ചിൽ എബി ഡിവില്ലിയേഴ്സ് ഈ പരമ്പര തുടങ്ങും മുമ്പ് പറഞ്ഞതുപോലെ ലോകത്തെ ബാറ്റർമാരെ ഏറെ പരീക്ഷിക്കുന്ന കണ്ടീഷനുള്ള ഒരു സൗത്ത് ആഫ്രിക്കൻ പിച്ചിൽ അയാൾ ഉജ്ജ്വല സെഞ്ചുറി നേടിയിരിക്കുകയാണ്. ഇനി വിമർശകർക്ക് വായടക്കാം. ഹാറ്റ്സ് ഓഫ് സഞ്ജു സാംസൺ. This innings from Sanju Samson in overseas at a very tough condition is gonna be remembered for a very long time. സഞ്ജു സെഞ്ചുറി അടിച്ചതിനു ശേഷം വളരെ ശ്രദ്ധേയമായ അഭിനന്ദനങ്ങളിൽ ഒന്ന് നമ്മുടെ മലയാളി താരം ശാന്തകുമാരൻ ശ്രീശാന്തിൻ്റെതായിരുന്നു. അർഹതപ്പെട്ട സെഞ്ചുറിയാണ് ലഭിച്ചത്. നന്നായി കളിച്ചു. പ്രത്യേകിച്ചും 64-65 ആയപ്പോൾ സഞ്ജു ഇത്രയും റൺസ് എടുക്കാൻ കുറെ പന്ത് നേരിട്ടു എന്നൊക്കെ പലരും പറയും. പക്ഷേ ബാറ്റിംഗ് ദുഷ്കരമായ സൗത്ത് ആഫ്രിക്കൻ പിച്ചിൽ ബോൾ ബാറ്റിലേക്ക് വരുന്നില്ലായിരുന്നു. ആ പിച്ചിൽ വളരെ നന്നായി അദ്ദേഹം കളിച്ചു. വളരെ പക്വതയാർന്ന ഇന്നിങ്സ് ആണ് സഞ്ജു സാംസൺ കളിച്ചത്. ഞാനടക്കം എപ്പോഴും ആക്രമണകാരിയായ സഞ്ജുവിന്റെ പ്ലേയിങ് സ്റ്റൈലിനെ പലപ്പോഴായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ഇന്നിങ്സ് ആണ് സഞ്ജുവിന് ആവശ്യമായിരുന്നത്, ടീമിന് ആവശ്യമായിരുന്നത്. നിസ്വാർത്ഥമായി ടീമിന് വേണ്ടി കളിച്ചു. വെൽ ഡൺ സഞ്ജു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീശാന്ത് സഞ്ജുവിനെ അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഇതേ ശ്രീശാന്ത് തന്നെ 2 ദിവസം മുൻപ് സഞ്ജു സാംസനെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ആ സമയത്ത് ശ്രീശാന്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്നെ സംബന്ധിച്ച് രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ സിസ്റ്റം പൂർണ്ണമായും മാറ്റേണ്ട സമയം എത്തിയിരിക്കുകയാണ്. ഞാൻ രാജസ്ഥാൻ റോയൽസ് ടീമിനായി കളിക്കുന്ന സമയത്ത് അവർക്ക് പൂർണ്ണമായി ഒരു മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. ഇന്നതില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കാൻ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം ജോസ് ബട്ട്ലറെ നായകനാക്കി മാറ്റണം രാജസ്ഥാൻ റോയൽസ്. ബട്ട്ലർ ഒരു ലോകകപ്പെങ്കിലും നേടിയിട്ടുള്ള താരമാണ്. അദ്ദേഹത്തിന് തീർച്ചയായും രാജസ്ഥാനായി നല്ലത് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സ്ഥിരത പുലർത്തുന്ന ഒരു താരത്തെയും ഒരു ക്യാപ്റ്റനെയും രാജസ്ഥാൻ ആവശ്യമാണ്. IPL ഒരു വലിയ ടൂർണമെന്റ് ആണ്. ഒരുപാട് മത്സരങ്ങൾ IPL-ലുണ്ട്. അതിനാൽ തന്നെ എന്നെങ്കിലും ഒരിക്കൽ നിലാവ് വരുന്നത് പോലെ മികവ് പുലർത്തുന്ന താരങ്ങളെയും ഏതെങ്കിലും ഒരു കളിയിൽ റൺസ് കണ്ടെത്തുന്ന നായകനെയും ഒക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നായകനാക്കി മാറ്റിയിട്ട് കാര്യമില്ല. സഞ്ജുവിനെ മാറ്റണമെന്നായിരുന്നു ശ്രീശാന്ത് പറഞ്ഞത്. അതേ ശ്രീശാന്തിനെ തന്നെ ഈ ഒരൊറ്റ മാച്ചിലൂടെ ഫാനാക്കി മാറ്റിക്കളയുകയായിരുന്നു സഞ്ജു സാംസൺ. സൗത്ത് ആഫ്രിക്കയിലായ 3-ാം ഏകദിനത്തിൽ ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യയെ സൗത്ത് ആഫ്രിക്ക ആദ്യം ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ബാറ്റ് ചെയ്യാൻ പ്രയാസമുള്ള പിച്ചിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തിയപ്പോഴും തകർപ്പൻ സെഞ്ചുറിയോടെ സഞ്ജു സാംസൺ ടീമിനെ തകർച്ചയിൽ നിന്നും കരകയറ്റുകയായിരുന്നു. വിരോധികളുടെ വായടപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. നമുക്കറിയാം, 2-ാം ഏകദിനത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സഞ്ജുവിനായിരുന്നില്ല. ഇതോടെ സഞ്ജുവിനെതിരെ വിമർശനം ശക്തമായിരുന്നു. സ്ഥിരതയില്ലാത്ത താരമെന്നും സമ്മർദ്ദത്തിൽ തിളങ്ങാൻ കഴിവില്ലാത്തവനെന്നും വിദേശ പിച്ചിൽ കളിക്കാൻ അനുയോജ്യനല്ലാത്തവനെന്നും ഒക്കെ ആ സമയത്ത് വിമർശനം ഉയർന്നിരുന്നു. മറ്റുള്ളവർക്കെല്ലാം ഇഷ്ടം പോലെ അവസരം ലഭിക്കുമ്പോൾ കേവലം ഒരു മത്സരത്തിലെ പരാജയത്തിന്റെ പേരിലാണ് ഈ വിമർശനങ്ങൾ എല്ലാം എന്നോർക്കണം. അപ്പോൾ മൗനം പാലിച്ച സഞ്ജു പക്ഷേ ഈ 3-ാം മത്സരത്തിൽ 3-ാം ഏകദിനത്തിൽ ഇവരുടെ എല്ലാം മുഖത്തിന് അടി നൽകുന്ന കാഴ്ചയാണ്, അടി നൽകുന്ന സെഞ്ചുറിയാണ് ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. മത്സരത്തിന്റെ സാഹചര്യം വിലയിരുത്തി ക്ഷമയോടെ കളിക്കാൻ സഞ്ജുവിന് സാധിച്ചു. പതിയെ തുടങ്ങിയ അദ്ദേഹം ഒരു മോശം ഷോട്ട് പോലും കളിച്ചില്ല. KL രാഹുലുമായി 3-ാം വിക്കറ്റിൽ 52 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയ സഞ്ജു 66 പന്തിലാണ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. 110 പന്ത് നേരിട്ട് 6 4-ഉം 2 6-ഉം ഉൾപ്പെടെയാണ് സഞ്ജു തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കന്നി സെഞ്ചുറി നേടിയത്. 4 ബൗണ്ടറികൾ മാത്രമാണ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുമ്പോൾ സഞ്ജുവിനുണ്ടായിരുന്നത്. കാരണം ആ സമയത്ത് നങ്കൂരമിട്ട് ടീമിന് ആവശ്യമുള്ള രീതിയിൽ ഇന്നിങ്സ് പടുത്തുയർത്തുകയായിരുന്നു സഞ്ജു. വിക്കറ്റ് നഷ്ടപ്പെടാതെ പതിയെ തുടങ്ങിയ സഞ്ജു പിന്നീട് കളം കീഴടക്കുകയായിരുന്നു. അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെ വലിയ ചില ഷോട്ടുകൾക്ക് ശ്രമിച്ചെങ്കിലും സഞ്ജുവിന് പ്രതീക്ഷിച്ച ടൈമിംഗ് ലഭിച്ചിരുന്നില്ല. അതിനു പിന്നാലെ വീണ്ടും ആങ്കർ റോളിലേക്ക് മാറിയ സഞ്ജു 65 റൺസ് പിന്നിട്ടതോടെ വീണ്ടും വലിയ ഷോട്ടുകളിലേക്ക് ഗിയർ മാറ്റുന്നു.
തന്റെ വിക്കറ്റിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് പക്വതയോടെ സഞ്ജു ബാറ്റ് വീശുന്നു. ഒരു ഘട്ടത്തിൽ അപ്പുറത്ത് സഞ്ജുവിന് സ്ട്രൈക്ക് കൈമാറാതെ ടെസ്റ്റ് ലെവലിലേക്ക് കളിയെ കൊണ്ടുപോയ തിലക് വർമ്മ സൃഷ്ടിച്ച സമ്മർദ്ദത്തെ അതിജീവിക്കേണ്ട ബാധ്യതയും ഒരു ഘട്ടത്തിൽ സഞ്ജുവിനുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും അധികം പന്തുകൾ മുട്ടിയിടാതെ സിംഗിൾ എടുത്തും തിലക് വർമ്മക്ക് വേണ്ട ആത്മവിശ്വാസം നൽകിയും മികച്ച പ്രകടനത്തിലേക്ക് സഞ്ജു പക്വതയും പാകതയും വന്ന ഇന്നിംഗ്സ് പടുത്തുയർത്തുകയായിരുന്നു. ഇന്ത്യക്ക് അടിത്തറ പാകിയ കൂട്ടുകെട്ടായി മാറി തിലക് വർമ്മ സഞ്ജു കൂട്ടുകെട്ട്. പതിയെ തുടങ്ങി തിലക് നിലയുറപ്പിച്ച ശേഷമാണ് കടന്നാക്രമിച്ചത്. ഏതായാലും ഒരു കൃത്യസമയത്ത് തന്നെയാണ് സഞ്ജുവിന്റെ ഈ ഒരു സെഞ്ചുറി പ്രകടനം. നേരത്തെ പറഞ്ഞതുപോലെ ഏകദിന ലോകകപ്പിൽ നിന്നും സഞ്ജുവിനെ തഴഞ്ഞത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു. അന്ന് പല കാരണങ്ങൾ കൊണ്ട് ടീം മാനേജ്മെന്റ് ഈ തീരുമാനത്തെ ന്യായീകരിച്ചിരുന്നു. കേരളത്തിനായി സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയും വിജയ് ഹസാരെ ട്രോഫിയും കളിച്ച സഞ്ജു ഫോം വീണ്ടെടുത്ത് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയത് അങ്ങനെ ചുമ്മാ വെറുതെ അല്ലെന്ന് നമുക്ക് പറയാം. നായകൻ KL രാഹുൽ 21 റൺസിൽ മടങ്ങിയപ്പോഴും യുവതാരങ്ങളെ കൂട്ടുപിടിച്ച് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഞ്ജുവിന് സാധിച്ചു. സഞ്ജുവിന്റെ ഏകദിന കരിയറിലെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡാണ് പാലിൽ കഴിഞ്ഞ ദിവസം കുറിച്ചത്. സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും പ്രതിഭ കൊണ്ട് വിരോധികളുടെ വായടപ്പിക്കുകയാണ് മലയാളി താരം എന്ന് തന്നെ പറയാം. സെഞ്ചുറി പൂർത്തിയാക്കിയതിന് പിന്നാലെ സഞ്ജു സാംസൺ തന്റെ കൈ മസിൽ ഉയർത്തിക്കാട്ടിയാണ് സന്തോഷം പങ്കുവച്ചത്. ഏകദിന ലോകകപ്പ് ടീമിൽ നിന്നും തഴയപ്പെട്ടതിന്റെ നിരാശ സഞ്ജുവിനുണ്ടായിരുന്നു. തന്നെ തഴഞ്ഞ സെലക്ടർമാരുടെ മുഖത്ത് സെഞ്ചുറിയുടെ അടി കൊടുക്കാൻ മലയാളി താരത്തിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സഞ്ജു മടങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്നാണ് സഹതാരങ്ങളും കാണികളും ഒരു ഘട്ടത്തിൽ കൈയടിച്ചിരുന്നത്. അതുപോലെ ഈ സെഞ്ചുറിയോടെ ചില നേട്ടങ്ങളും റെക്കോർഡുകളും കൂടി സഞ്ജു കരസ്ഥമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി പ്രകടനം നടത്തുന്ന ആദ്യത്തെ കേരള താരമെന്ന നേട്ടത്തിലേക്ക് എത്താൻ സഞ്ജുവിന് കഴിഞ്ഞ സെഞ്ചുറിയോടെ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം വമ്പനൊരു റെക്കോർഡും സഞ്ജു സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിഹാസ താരം വിരാട് കോഹ്ലിയുടെ മാത്രം പേരിലുണ്ടായിരുന്ന റെക്കോർഡിലേക്ക് പേര് ചേർക്കാൻ സഞ്ജുവിന് ആയിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്ത് ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡിലേക്കാണ് സഞ്ജു കഴിഞ്ഞ മത്സരത്തോടെ എത്തിയത്. നേരത്തെ വിരാട് കോഹ്ലി ഇങ്ങനെ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു. അതിനുശേഷം കോഹ്ലിക്ക് ശേഷം ഈ നേട്ടത്തിലെത്തുന്ന ആദ്യ താരമായി മലയാളി താരം സഞ്ജു മാറിയിരിക്കുകയാണ്. കന്നി അന്താരാഷ്ട്ര സെഞ്ചുറി സേനാ രാജ്യത്ത് നേടുന്ന 8ാമത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാനായും സഞ്ജു കഴിഞ്ഞ സെഞ്ചുറിയോടെ മാറുകയുണ്ടായി. കപിൽ ദേവ്, WV രാമൻ, ശിഖർ ധവാൻ, അജിങ്ക്യ രഹാനെ, മനീഷ് പാണ്ഡെ, ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത് എന്നിവരാണ് സഞ്ജുവിന് മുമ്പ് ഈ നേട്ടത്തിലെത്തിയത്. തീർച്ചയായും ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഇനിയും തുടർ അവസരങ്ങൾ സഞ്ജു അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ സത്യകഥ എന്തെന്നാൽ നമുക്കറിയാം, സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചതിനാൽ മാത്രമാണ് സഞ്ജുവിന് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത്. അപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയാൽ സഞ്ജുവിന്റെ സ്ഥാനം ഉറപ്പായും തെറിക്കും. ഏകദിനത്തിൽ 56 മുകളിലാണ് സഞ്ജുവിന്റെ ശരാശരി. എന്നാൽ KL രാഹുൽ, ഇഷാൻ കിഷൻ, ഋഷഭ് പന്ത് എന്നിവർക്കെല്ലാം വേണ്ടി സഞ്ജു ബലിയാടാവുന്നതാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിരുന്ന പതിവ്. ഈ പ്രകടനത്തിലൂടെ എങ്കിലും സഞ്ജുവിന്റെ പ്രതിഭ തിരിച്ചറിയുകയും കൂടുതൽ അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുമെന്നാണ് ആരാധക പ്രതീക്ഷ. എന്തായാലും സഞ്ജുവിന്റെ ഒരു കരിയറിൽ വഴിത്തിരിവായി ഈ സെഞ്ചുറി പ്രകടനം മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം.